മധ്യപൂർവേഷ്യയിലെ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. ആഗോള എണ്ണ സൂചികയായ ബ്രെന്റ് ക്രൂഡ് വില ഇന്ന് വീണ്ടും ബാരലിന് $100 കടന്നു. ഗൾഫ് മേഖലയിലെ 3 ചരക്ക് കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ആഗോള ഓഹരി വിപണികളും ഇടിവ് രേഖപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിലൂടെ നടക്കുന്ന ഷിപ്പിംഗ് ഗതാഗതത്തിനും ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥയുടെ വീണ്ടെടുപ്പ് കൂടുതൽ വൈകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അതേസമയം അറബ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. സൗദി അറേബ്യയ്ക്ക് നേരെ കഴിഞ്ഞ രാത്രി 50ഓളം ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. UAEയും 10 ബാലിസ്റ്റിക് മിസൈലുകൾ നേരിട്ടതായി അറിയിച്ചു. കിഴക്കൻ പ്രവിശ്യ പ്രിൻസ് സുൽത്താൻ എയർബേസ്, ഷൈബ എണ്ണപ്പാടം തുടങ്ങിയവയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. ആളപായമോ വലിയ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഐക്യരാഷ്ട്രസഭ രക്ഷാ കൗൺസിൽ യോഗത്തിൽ ഇറാന്റെ ആണവ വിഷയത്തെ ചൊല്ലി അമേരിക്ക, റഷ്യ, ചൈന രാജ്യങ്ങൾ തമ്മിൽ കടുത്ത വാക്പോരുമുണ്ടായി. കൂടുതൽ വാർത്തകൾക്കായി താഴെ കൊടുത്ത ലിങ്കിലൂടെയോ ഫോൺ നമ്പറിലൂടെയോ എൻ്റെ നാട് വാർത്ത വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. 8129622842